Hello friends, welcome back to Lush Vlogs. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കുറേ വേണ്ടാത്ത ടീഷർട്സ് ഒക്കെ അവൈലബിൾ ഉണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ജീൻ പാറ്റേണിലുള്ള ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്കൊരു ഹെഡ് ബാൻഡ് ചെയ്യാവുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയ. സോ ഞാൻ ഇതിലേക്ക് നമ്മൾക്ക് എത്ര വേണം, എത്ര വിഡ്ത്തിൽ വേണോ അത്ര വിഡ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സൈസിൽ ഇതിനൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് മുഴുവനായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലോത്തിനെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മറിച്ചിടണം. ഇതിനെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന് നമ്മൾ ഉൾഭാഗത്തിൽ വരുന്നത് പോലെ നമുക്ക് തിരിച്ചിടാം. സോ നമ്മൾ ഇതിനെ തിരിച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നാല് ലെയറൊക്കെ ഉള്ളത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്യാൻ. സോ നിങ്ങൾ ഒരു വലിയ സൂചി എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഗൈസ്, നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇടാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ കുറേ ടീഷർട്ട്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ട് വെക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെഡ് ബാൻഡ്സ് ചെയ്തെടുക്കുക. ഇതൊരു പാറ്റേൺ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ വേറെ കുറേ പാറ്റേൺസും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനിൽ നമുക്കൊരു സ്ക്രഞ്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വിഡ്ത്തിൽ എടുത്തതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ രണ്ടായി മടക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലാസ്റ്റിൽ ഇതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്യണം. അതിനാൽ മാത്രമേ നമുക്ക് തിരിച്ചിടാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒന്ന് സൈഡിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ലെങ്ത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയാവും നമുക്ക്. ഇനി നമുക്കിതിനെ തിരിച്ചിടാം.
ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സൈസുള്ള ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് കെട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇവിടെയായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സോ ഫ്രണ്ട്സ്, നമ്മുടെ സ്ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ നമ്മുടെ ഒരു ഡോളിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഒറ്റനോട്ടത്തിൽ ടീഷർട്ട് കൊണ്ട് ചെയ്തതാണെന്ന് ആരും പറയത്തില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ലുക്കാണ് കൊടുക്കുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കാം. എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ പറ്റിയിരുന്നില്ല. സോ ഇനി നമുക്ക് നല്ല ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ഇടാം. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.